കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തത് ഇവക്കുട്ടീൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇവക്കുട്ടീൻ്റെ വെക്കേഷനുള്ളൊരു ഫുൾ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഇവക്കുട്ടീൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവക്കുട്ടി കുറച്ച് ബർത്ത്ഡേ കാർഡ്സും അതുപോലെ ഒരു സർപ്രൈസൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. വേറെ നല്ലൊരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇവക്കുട്ടിക്ക് വെക്കേഷന് കുറേ വെക്കേഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുവാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് വർക്കൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്തിനാ ഇവക്കുട്ടി ഇങ്ങനെ എടുത്ത് വെക്കുന്നത്? ഇതെല്ലാം അങ്ങ് വെച്ചേ. ഇതല്ലേ ഇവക്കുട്ടീൻ്റെ വെക്കേഷൻ വർക്കാ അല്ലേ ഇവക്കുട്ടി? ഇനി രണ്ടെണ്ണേ ഉള്ളൂ. അതെയോ? കുറച്ചും കൂടെ ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ഇവക്കുട്ടിക്ക് വെക്കേഷന് കുറേ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ എണ്ണമൊക്കെ ഇവക്കുട്ടി ചെയ്ത് കഴിഞ്ഞു. മാത്സ് കഴിഞ്ഞു, ഇംഗ്ലീഷ് കഴിഞ്ഞു അല്ലേ? ഇനി ഫസ്റ്റത്തെ കുറച്ച് ഇവക്കുട്ടീനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ എഴുതാനുണ്ട്. പിന്നെ ഓൾ അബൌട്ട് മീ എന്ന് പറഞ്ഞിട്ട് ഇവക്കുട്ടീൻ്റെ കുറേ ഫേവറേറ്റ് തിങ്സ് ഒക്കെ എഴുതാനുണ്ട്. പിന്നെ വേറെ എന്താ ഉള്ളത്? ഫോട്ടോ എടുക്കാനുണ്ട്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, നമ്മൾ വാട്ടർ കളറിനെ കൊണ്ട് പെയിൻറ് ചെയ്യുന്നത്. പെയിൻ്റ് അല്ലല്ലോ, പിക്ചർ വരയ്ക്കുന്നത്. തമ്പിനെ കൊണ്ട് കളറൊക്കെ ചെയ്തിട്ട് പിക്ചർ വരയ്ക്കുന്നത്. അതിന് രണ്ടെണ്ണം കൂടിയല്ലേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലേ? ഇതിലൊക്കെ ഇന്ന് രണ്ടെണ്ണം കൂടെ ചെയ്യാനുണ്ട്. ഇതുണ്ട്, സൈഡ് വേർഡ്സിന്റെ ഉണ്ട്, ഫാമിലി 5 ഉണ്ടോ? പറഞ്ഞേ പൂച്ച നോക്കട്ടെ. കുഞ്ഞി പൂച്ച തൊഴണ്ട. എന്നെ ഇങ്ങോട്ടേക്കായിരുന്നു കുട്ടിയുടെ അടുത്തേക്ക് വരുന്ന. തുറക്ക്. ആ വലിയ പൂച്ച വരുന്നു. വീട് വന്നല്ലോ. മതി. ഓപ്പൺ ചെയ്തത് ഓപ്പൺ ആയിരിക്കും. ഇത് കുട്ടി ഡോർ ഓപ്പൺ ആക്കി അതിന് തോണ്ടടാ. വേണ്ട നോക്കിയ ഇവ അതാരെ നോക്കിയ. ഇത് വലിയ പൂച്ച ഇല്ലോട്ടോ ഇടാ. ഇവ ഇല്ലോ. നീ ഇങ്ങോട്ടോ. ഓ താത്താ വലിയ പൂച്ച വരുന്ന. ഇതാണോ ഇവക്കുട്ടി ഇന്നലെ പറഞ്ഞത്? ലിഫ്റ്റിൽ വലിയ കറുത്ത പൂച്ച ഉണ്ടായിരുന്നു. ഈ പൂച്ചയാ പറഞ്ഞതിന്? ഇതാ കുഞ്ഞി പൂച്ച. അതാ ഒച്ചയാക്കുന്നുണ്ട്. എടാ അതിനെ വിളിക്കണ്ട, വാ പുറത്തിറങ്ങി, നമുക്കിത് ചാടിയിട്ട് വരാലോ. ഇവക്കുട്ടി പൂച്ചന്റെ കുട്ടിയായിരിക്കും അതോ? അടിയല്ല പൂച്ച. എന്താ ചെയ്യുന്നത്? പൂച്ച കുരുത്തക്കെട്ട് കളിക്കുന്ന അടി ചെയ്യുന്ന അവിടുന്ന്. തുറന്നു ഓടിക്കോ. മതിയടാ, അതിന് വിട്. വാടാ. എടാ വലിയ പൂച്ച ഇവക്കുട്ടിനെ പിടിച്ച് കടിക്കും. ഇങ്ങോട്ട് വാ. ചുച്ചല്ല, ഇങ്ങോട്ട് വാ. മറ്റേ ഇവക്കുട്ടി ഇത് പൂച്ചനെ നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവ പൂച്ച നോക്കുന്നുണ്ടോ? തിന്നാനാ? പൂച്ച അവിടെ നിൽക്കട്ടെ. അടാ ഇവക്കിട്ട് അതിനെ കാണുമ്പോൾ പേടി. അതെ ആരാ വെച്ചേക്കുന്നേ? കുഞ്ഞി പൂച്ച വെച്ചേക്കുന്നേ? അതിനെ കാണുമ്പോൾ പേടിയാന്ന് നോക്കിട്ട്. അതിന് വലിയ കറുത്ത പൂച്ചനെ കാണുമ്പോലേ കടിക്കാൻ വരുന്ന പോലെയില്ലേ, മാന്താൻ വരുന്ന പോലെയില്ലേ? ഇല്ലേ? ഇല്ല? ക്യൂട്ടാ? ഇഷ്ടപ്പെട്ടിനാ? ഇത് കുഞ്ഞു പൂച്ച ഇതെവിടെ ഇരിക്കുന്നത്? അടി ചെയ്യാൻ പോകുന്നുണ്ട് രണ്ടാളും. എന്തോന്ന്? എല്ലാരും പൂച്ചനെ കണ്ടില്ലേ? നീ ഒരാളെയും കൂടി കാണിച്ചാലേ? ആരാ നീ?
ഒട്ടകവും കൂടി ഉണ്ട് കേട്ടോ. അങ്ങ് ദൂരെ എവിടെ ഉണ്ടാവും എപ്പോഴും ഈ മരത്തിൻ്റെ അടിയിൽ. രണ്ടാളേ ഉള്ളൂ എന്ന് അതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് ദൂരെ അവിടെ കുറേ ഒട്ടകമുണ്ട്. ഒന്നും കൂടി പൂച്ചനെ നോക്കാം. മതി 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 പൂച്ച 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 അടിയെന്ന് കയറിക്കോ. ഞാൻ താഴെ ഇപ്പൊ തന്നെ വന്നു. എന്താ പൂച്ച അതിന് കഴിക്കാൻ നോക്കണ്ട്. ആ പൂ കുഞ്ഞ് ബേബി തന്നെ പോകുമ്പോ ആ ജനിച്ച ആ കുട്ടിയല്ല. ആ കുട്ടിയല്ലേ? അത് ബ്ലാക്ക് അല്ലല്ലോ. അത് ബ്ലാക്ക് അല്ലേ? അതുകൊണ്ട് ഒരു ഫ്രണ്ട് വന്നെ നാട്ടിനുള്ളിൽ ഒരു ദിവസം പണ്ടേ പറയുന്നു കണ്ണീസി വണ്ടിങ് അത് പോകുമ്പോൾ ആ പൂച്ച തന്നെയാണ്. കുഞ്ഞു ബേബി പൂച്ച. അത് ജനിച്ചിട്ട് 3 മാസമായി. 3 മാസമായോ? അത് 3 years ആയി. അതുകൊണ്ട് തന്നെ നിക്കുന്നേ. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോ ബിഗ് ആവോ. 5-6 ആവുമ്പോ എന്നെ പോലെയാ. ഇപ്പോ ഞാൻ 6 ആണ്. പക്ഷെ അത് ഞാൻ കടിക്കൊണ്ടാണ് അവൾ പെട്ടോ. അതെന്താ കൈ കഴുകിയില്ലേ ഇവക്കിട്ടേ? ഇവക്കിട്ടേ കുഞ്ഞി ബേബിനെ തൊടുന്ന കണ്ടിട്ട് വലിയ പൂച്ച ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ന് കുറച്ച് ടൈം കൂടെ വന്നിട്ടുണ്ടാവും പൂച്ച ഇവക്കിട്ടിനെ മാന്തിട്ടുണ്ടാവും. ലിഫ്റ്റിലൊക്കെ കേറുന്നുണ്ടാവും പൂച്ച അല്ലേ? ഇതുപോലത്തെ കുറെ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആട്ടോ ഇവക്കുട്ടിക്ക് തമ്പിനെ കൊണ്ട് ചെയ്യേണ്ടത്. കളറാക്കിനാ? വാട്ടർ കളർ എടുത്തിനാ? മതി മതി മതി. കുറച്ച് വെള്ളയാക്കാൻ പാടുള്ളൂ. വാ എന്താ ആക്കാൻ പോന്നെ? ഫസ്റ്റ് എന്താ വരക്കാൻ പോന്നെ? ബട്ടർഫ്ലൈയാ? കയ്യിനെ കൊണ്ടാണ്. ആടാ അതായാലും അങ്ങനെ തന്നെയാ. കൈ അല്ല അമ്മ പറഞ്ഞുതരാം. ഇവക്കുട്ടി കൈ വെച്ചിട്ട് നോക്ക്. ആ കൈനെ കൊണ്ട് ഇത് ഇങ്ങനെ ആക്കട്ടെ. ഇങ്ങനെ കാണിക്ക്. ഇത് ഇങ്ങനെ പിന്നെ ഇത് ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ പെൻസിലിനെ കൊണ്ട് വരക്കുക വേണ്ടത്. റെഡാണോ വേണ്ടത്? ട്രൈ ചെയ്ത് നോക്കിയേ. എന്നിട്ട് അതിൻ്റെ മിഡിലിൽ വരക്കുക വേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ആക്കരുത്. ഇങ്ങനെ കുഞ്ഞി കൈനെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് തൊട്ടിട്ട് ഇവിടെ നഖം നോക്കി. എന്താ കളിച്ചേ? ഇനി പെൻസിലിനെ കൊണ്ട് വരക്കും അതിൻ്റെ മുകളിൽ. ഡ്രസ്സിലാക്കാൻ പാടില്ല. എല്ലാ കളേഴ്സും ഉണ്ട് ഇവക്കിട്ടിൻ്റെ ഡ്രസ്സിൽ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ്. തമ്പിനെ കൊണ്ട് നമ്മൾ വാട്ടർ കളർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പെൻസിലിനെ കൊണ്ടോ പെന്നിനെ കൊണ്ടോ വരക്കുക. അപ്പോൾ ബട്ടർഫ്ലൈ ആയില്ലേ? ഓക്കെ നോക്കട്ടെ. ഇതുപോലെ ചെയ്തേ. ഈ പേപ്പറിൽ ചെയ്തേ. അതിൻ്റെ അടിയിലൊന്നും കളറാക്കാൻ പാടില്ലേ? ഇതൊക്കെ ഇഷ്ടപ്പെട്ട നൈക്ക് ഷെയറൊക്കെ വേണം. അപ്പൊ ഞങ്ങൾക്ക് വേറെ വീഡിയോക്ക് പോവാണ്. വേറെ വീഡിയോ അല്ല, ഇത് വീഡിയോ ഉണ്ടെന്തേ ഈ കോഴി ഇരുത്തണ്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ സാധനം നമ്മൾ ബുക്ക് ആക്കുന്ന സാധനങ്ങൾക്ക് പൊടിയിടണം. എന്നിട്ട് നമുക്ക് കവർ ആക്കണം അല്ലേ? ഇതിന് അത് ഒട്ടിക്കണം. ഹലോ കഴിച്ചൊക്കെ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ഓഗസ്റ്റ് 7 ഞാൻ അച്ഛന് ഒരു ദിവസം അമ്മ പറഞ്ഞു അച്ഛൻ്റെ ഒരു ദിവസം ബർത്ത്ഡേ ആണ്. അതിനെ പെട്ടെന്ന് കാർഡാക്കി. പെട്ടെന്ന് കാർഡാക്കി. അതുകൊണ്ട് ഇന്നാണ് ഇതിൻ്റെ ഗിഫ്റ്റ് എവിടെ? ഇവിടെ ഗിഫ്റ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേന്റെ കവറാണ് ബർത്ത്ഡേ ലോലിപോപ്പിലിട്ട് വെച്ചിട്ടുണ്ടാ? നോക്കട്ടെ. ഇവിടെ എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചോക്ലേറ്റും ഇവക്കുട്ടീൻ്റെ 2 ലോലിപോപ്പ്,
ഇത് നാച്ചക്ക് അപ്പം ഞാൻ ഉണ്ടാക്കി ഒട്ടാന്ന് കാട്ടിൽ ഇതിനുള്ളിൽ എന്ന സംഭവം കാഴ്ചരാ ഇതെല്ലാം നാച്ചക്ക് കാഴ്ച തന്നെ ഒത്തുന്ന ദിവസം ഉണ്ടാകും നോക്കിക്കേ കാഴ്ച തന്നെയല്ലേ ഡി അന്നേം പറയൂ എങ്ങനെ പറയുന്നു കാഴ്ച തന്നെയല്ലേ ഡി ലെഡി പറയൂ. കുറേ ഹാപ്പി ബർത്ത്ഡേയുടെ കാർഡെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇവക്കുട്ടി അച്ഛന് കൊടുക്കുന്ന ഗിഫ്റ്റായത് കുറേ കാർഡല്ലേ. മേക്കപ്പ് പോവാം നമ്മളപ്പോൾ അതുകൊണ്ടാണ് ഇവക്കുട്ടി കേക്കും മേടിക്കണം. കുറേ കാർഡാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവക്കുട്ടീൻ്റെ ബർത്ത്ഡേ കാർഡ്? ബർത്ത്ഡേ ഇന്നല്ല അച്ഛൻ്റെ ബർത്ത്ഡേ ഇന്നാണ് ബർത്ത്ഡേ. പക്ഷെ ഇന്നലെ തന്നെ ആക്കി. പക്ഷെ നമുക്ക് കാർഡില്ല. അപ്പോൾ കാർഡ് ഇല്ലാണ്ട് കേക്ക് മേക്കാൻ പറ്റില്ല. പൈസ കൊടുത്തില്ലാണ്ട് നമുക്ക് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവക്കുട്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാ അല്ലേ ലുലുല്? പിന്നെ എടുക്കണ ക്യാൻഡി അച്ഛൻ എടുക്കില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടെങ്കിൽ അച്ഛൻ കേക്ക് തിന്നുള്ളൂ. അച്ഛൻ കേക്ക് അല്ല വാങ്ങിച്ചതൊക്കെ ഇവക്കുട്ടി തന്നെയാണ് തിന്നു അല്ലേ അല്ലേ? അപ്പോൾ ഇവക്കുട്ടിക്ക് ഇഷ്ടമുള്ള കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. അതിൽ ഇവക്കുട്ടി ക്യാമറേൻ്റെ ചോക്ലേറ്റ് കാണിച്ചു കൊടുത്ത്. ഇവക്കുട്ടി ക്യാമറേൻ്റെ ഇവിടെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ക്യാമറ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ ക്യാമറ. ഇതുപോലത്തെ കുറേ ടോയ്സ് വരുന്നുണ്ട് അല്ലേ? ഇവ ടോയ്സിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ആയിട്ട് കണ്ടിനാ? ഏതാ വേണ്ടേ മോക്ക്? ഏതാ വേണ്ടേ ചോക്ലേറ്റ്? അതോ അതെയോ? ജെല്ലി. അത് ജെല്ലി. ജെല്ലി അല്ലല്ലോടാ, അത് വേറെ എന്തോ ചോക്ലേറ്റാ. ആക്കാനറിയോ മോക്ക്? അതെയോ? ഇവിടെ കുറേ ടൈമായി ഇവിടുന്ന് ചോക്ലേറ്റ് നോക്കി നിൽക്കുന്ന കേട്ടോ. ഒന്ന് എനിക്ക് കുറേ ടൈമായി. എടാ മതിയടാ, ഏതെങ്കിലും ഒന്ന് എടുക്കും മോളെ. അത് മതിയോ? അതൊരു ജംസ് പോലത്തെ ചോക്ലേറ്റ് കേട്ടോ. ലാസ്റ്റ് എടുത്തു. മതി മതി. ക്യാമറ വേണ്ട കുട്ടിക്ക്? ഫാനോ? നോക്കട്ടെ, ഫാന് നോക്കട്ടെ. ഇവിടെ വന്ന കുട്ടിക്ക് ഇങ്ങനെ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടോ? നോക്കട്ടെ കാണിച്ച്. ഇതുപോലത്തെ ഫാനല്ലേ അപ്പുറം അന്ന് കണ്ടത്? വേറെ അതിൻ്റെ ഉള്ളിൽ എന്താ? അതിൻ്റെ ഉള്ളിൽ എവിടെയാ ചോക്ലേറ്റ് ഉള്ളത്? ഇതാണോ? ഈ ചെറിയൊരു ചോക്ലേറ്റും വലിയൊരു ടോയ് അല്ലേ? അത് വേണ്ടല്ലോ. അതിൽ ടോയ്സാണ് കൂടുതലുള്ളത്, ചോക്ലേറ്റ്സ് കുറവേ ഉള്ളൂ. കാറ്റുണ്ടോ? കാറ്റുണ്ടല്ലോ, നല്ല കാറ്റും ഉണ്ട്. അത് വേണ്ടല്ലോ കുട്ടി, അവിടെ വെച്ചേ. അതെയോ? ഓക്കെ, എന്നാൽ അത് അവിടെ വെച്ച് മോള് ഫാൻ അവിടെ വെച്ചേ. കൈ വേദനയാണ്. അതെയോ? ഓക്കെ, അവിടെ വെച്ചേ. ക്യാമറ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ക്യാമറ. അത് ജംസ് പോലത്തെ ചോക്ലേറ്റ്. അപ്പോൾ ഇവ കുട്ടി ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? നമുക്ക് കേക്ക് എടുക്കണ്ടേ? ഓക്കെ, ഈ കേക്കാ? ഈ കേക്ക് വേണ്ടടാ. അല്ല, ഇതൊന്നുമല്ല വാങ്ങിച്ചിനി. വേറെ അല്ലേ വാങ്ങിച്ചിനി? ഇതാ വാങ്ങിച്ചിനി? അല്ലല്ലോ, വേറെ അല്ലേ വാങ്ങിച്ചിനി? അത് വേണ്ട. എന്നല്ല അത് വേണ്ട കേട്ടോ. വേറെ ചെറിയ കേക്ക് നോക്കിയേ. ഇത് ഫുള്ള് ഇവ കുട്ടിക്ക് കഴിക്കാനല്ലേ, അതുകൊണ്ട് ചെറിയ കേക്ക് നോക്കിയാൽ മതി. പിന്നെ വിശക്കുമ്പോൾ മാത്രം ഏതെങ്കിലും നോക്കി ഇവ കുട്ടി ചെറുത് നോക്കി. സ്ട്രോബെറി ഉണ്ട്. പിന്നെ എന്തെയോ? ജാം ഉണ്ടായിട്ടില്ല. ചോക്ലേറ്റിൻ്റെ ചൈനീസ് ബിസ്ക്കറ്റ് അല്ല, ലോട്ടസ് ബിസ്ക്കറ്റ്. ലോട്ടസ് ബിസ്ക്കറ്റ് അതാണോ ചൈനീസ്? ഓ, ഇത് വേണ്ടടാ. നമുക്ക് വേറെ ചെറിയ പീസ് എടുക്കാം. ഫുള്ളായിട്ടല്ല, ഓരോന്നുള്ളത് മാത്രം പ്ലീസ്. ഇവാ ഇവിടെ കുറേ ചെറിയ പീസ് കേക്ക് ഉണ്ട്. നമുക്ക് പീസ് കേക്ക് വാങ്ങിച്ചാലോ? ഈ സ്ട്രോബെറിയോ? ഇല്ലടാ, 3 സ്ട്രോബെറിയോ? 3 സ്ട്രോബെറി ഒന്നുമില്ല.
2 നമുക്ക് മൂന്നാക്ക് വേണ്ടേ? മൂന്നാക്ക് വേണ്ടേ? എവിടെയല്ലേ 2 എടുത്തേ? വൈറ്റിൽ 2 എടുത്തിട്ടുണ്ടല്ലേ? ഈ പെണ്ണ് തുറക്കുന്ന കൊണ്ടിരിക്കുന്ന സാധനം അതല്ലേ അമ്മ പറഞ്ഞ് ഇത്രയും വലിയ ട്രോളി എടുക്കണ്ട, കുറച്ച് സാധനമേ ഉള്ളൂന്ന്. എൻ്റെ ഇവ കുട്ടി കേട്ടില്ലല്ലോ. പോവാം നമുക്ക്. ഇവിടെ കേക്ക് എടുത്തില്ലേ? ചെറിയ കേക്ക് ആട്ടോ അടുത്തത്. നമ്മൾ പീസ് കേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇവ കുട്ടി തന്നെ ഫുള്ള് തിന്ന് തീർക്കും. ഒരു ചോക്ലേറ്റും പോരെ.